ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വിക്രത്തിന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് സ്വന്തം അച്ഛൻ തന്നെ. ഇത്രയും നാളും വളർത്തി വഷളാക്കി ഈ സമൂഹത്തിന് വരെയും ദോഷമാക്കി തീർത്തത് അച്ഛൻ തന്നെയാണ് വിക്രത്തിന്. ആ വിക്രത്തിന് സ്വന്തം അച്ഛന് അവസാന സമയത്ത് പോലും അവനെ തിരുത്താൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നെങ്കിലും അവൻ അച്ഛന്റെ വാക്കുകൾ കേൾക്കാൻ തയ്യാറാവാതെ സ്വന്തം കൂടപ്പിറപ്പുങ്ങളെ കൊല്ലാൻ വേണ്ടി തന്നെയാണ് അവൻ നടന്നിരുന്നത്. അത് സഹിക്കാൻ പറ്റാതെ തന്നെയാണ് നമ്മുടെ പ്രകാശൻ അവന്റെ ജീവൻ എടുക്കുന്നതും. എന്തായാലും പ്രകാശൻ ജീവൻ എടുക്കുക മാത്രമല്ല, അത് പെൺമക്കളെ വിളിച്ച് കാണിച്ചു കൊടുക്കുകയും നേരത്തെ തന്നെ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തിരുന്നു. അത് എല്ലാവർക്കും സങ്കടകരമാവുകയാണ്. എന്തായാലും പോലീസിനെ അറിയിക്കാതിരുന്നിരുന്നെങ്കിൽ പ്രകാശനെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താമായിരുന്നു എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അച്ഛന് ഇപ്പോ പെൺമക്കളെ ജീവൻ രക്ഷപ്പെടുത്തിയതിലുള്ള സന്തോഷമാണ് ഉള്ളത്. അല്ലാതെ അവൻ മരിച്ചതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ അല്ലെങ്കിൽ വിഷമോ ഒന്നും അച്ഛന്റെ മുഖത്ത് കാണാനില്ല എന്നിങ്ങനെയൊക്കെ നമ്മുടെ കാർത്തികയും അതുപോലെ പെൺമക്കൾ ബാക്കി രണ്ടുപേരും അങ്ങനെ പറയുകയാണ്. അപ്പൊ അതിനുശേഷം എന്തായാലും പ്രകാശനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് കിരൺ പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി നവീൻ വക്കീലിനെ വെക്കുകയും ചെയ്യുകയാണ്. എന്തായാലും പോലീസ് വരെ പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും ജാമ്യം കിട്ടുമെന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമില്ല, പിന്നെ കോടതിയിലെ ശിക്ഷയിൽ ഇളവ് കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എന്തായാലും കല്യാണി നല്ല സങ്കടത്തിൽ തന്നെയാണ്. കല്യാണിയും കിടക്കുന്ന സമയത്തും കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. കിരൺ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കല്യാണിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാതെ അങ്ങനെ കിടക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ സരയു കാര്യങ്ങൾ അറിഞ്ഞ് സരയു ആകെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. എല്ലാ ദേഷ്യവും തീർക്കുന്നത് താരയോട് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ മനോഹർ, ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന മനോഹർ ഈ കാര്യങ്ങൾ അറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടേക്ക് ഒരു ജയിൽ വാർഡൻ വരികയാണ്. അങ്ങനെ ജയിൽ വാർഡൻ വന്നിട്ട് മനോഹറിനോട് പറയുകയാണ്, എടാ മനോഹര, ഇനി എന്തായാലും നിന്നോട് തല്ലുകൂടാനും വഴക്കിടാനും നിങ്ങളെ തമ്മിൽ പിടിച്ചു മാറ്റാനും ഞങ്ങളുടെ ഒരു വലിയൊരു തലവേദന ഒഴിഞ്ഞു പോയിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ മനോഹർ എന്താണെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അതേടാ, ആ വിക്രം പുറത്തു പോയില്ലേ പരോളില്, അവന്റെ ജീവൻ അവൻ മരിച്ചടാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഞെട്ടിപ്പോവുകയാണ്. അപ്പൊ മനോഹർ എങ്ങനെയെന്ന് ചോദിക്കും. അപ്പൊ കിരൺ സാർ ആയിരിക്കുമെന്നാണ് ആദ്യം നമ്മുടെ മനോഹർ കരുതുന്നെങ്കിലും അവന്റെ സ്വന്തം അച്ഛൻ തന്നെയാണ് അവനെ കൊന്നത് എന്ന് പറയണ കേൾക്കുമ്പോൾ മനോഹർ ഞെട്ടിപ്പോവുകയാണ്. എന്തായാലും അയാള് കൊല്ലുകയും അത് പോലീസിൽ അറിയിക്കുകയും ചെയ്തു. അയാളിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്. അയാൾ എന്തായാലും റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യം ഇങ്ങനെ പറയുകയാണ്. അപ്പം അത് വിക്രം മരിച്ചു എന്ന് പറയുമ്പോൾ മനോഹറിന് സന്തോഷം, അതുപോലെ തന്നെ ഈ പ്രകാശൻ അറസ്റ്റ് ചെയ്തു എന്ന് പറയണ കേൾക്കുമ്പോൾ അതിലൊരു സങ്കടവും തോന്നുകയാണ്. എന്തായാലും നവീൻ വക്കീലെ വെച്ചിട്ട് കോടതി കൂടുകയാണ്. കോടതി കൂടുന്ന സമയത്ത് ഈ വിക്രം ചെയ്ത എല്ലാ കൊള്ളരുതായും വളരെ ചെറുപ്പത്തിലെ തുടങ്ങി അവന്റെ ക്യാരക്ടർ എങ്ങനെയായിരുന്നു എന്നും അതുപോലെ തന്നെ സ്വന്തം അച്ഛൻ മകനെ എങ്ങനെയൊക്കെ സ്നേഹിച്ചിരുന്നു എന്നും എന്തൊക്കെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് അവനെ നല്ല രീതിയിൽ വളർത്തിയ ഒരു അച്ഛനാണ് ഇത് എന്നും അതുപോലെ തന്നെ അവൻ വളർന്നുകൊണ്ടേയിരുന്ന സമയത്ത് അവനെ ലാളന വല്ലാതായത് കൊണ്ട് തന്നെയാണ് അവൻ ഇത്രയും വഷളായതും അതുപോലെ വളരെ ചെറുപ്പത്തിലെ മയക്കുമരുന്നും സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നതും. അതിനുശേഷം അവൻ ഒരു പെൺകുട്ടിയെ, ചിത്രം വരക്കാരനാണെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് ആ പെൺകുട്ടിയെ ചതിച്ചതും അങ്ങനെ എല്ലാ കാര്യങ്ങളും വിക്രം ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും നവീൻ അങ്ങനെ തെളിവ് സഹിതം നിരത്തുകയാണ്. അതിനുവേണ്ടി പെങ്ങന്മാര് എല്ലാവരും അത് സാക്ഷി പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വിക്രം ഒരുപാട് പേരുടെ തലക്കടിച്ച് പണം മോഷ്ടിക്കുന്ന കൂട്ടത്തിലുണ്ടെന്നും അവനക്ക് കൂട്ടാളികളായിട്ട് കുറെ കൂട്ടുകാരന്മാരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും കൂട്ടുകാരന്മാരൊക്കെ അതിലിടയിൽ അറസ്റ്റ് ചെയ്യും. അവനെ സഹായിച്ചതിനൊക്കെ പ്രകാശന് ഇത്രയും വളർത്തി ഇതാക്കിയ പ്രകാശനെ അവസാനം വിക്രം എന്തെല്ലാം ദ്രോഹങ്ങളാണ് ചെയ്തിട്ടുള്ളതെന്നും പറയുന്നുണ്ട്. ഈ മകന്റെ വാക്ക് കേട്ടിട്ട് മകന്റെ ശത്രുവായിട്ടുള്ള പെങ്ങളെയും ഭർത്താവിനെയും അപകടപ്പെടുത്താൻ പ്രകാശനോട് ആവശ്യപ്പെടുകയും പ്രകാശൻ അവർ പോകുന്ന വണ്ടിയിൽ ആ ബ്രേക്ക് കട്ട് ചെയ്യുകയും ഒരു വർക്ക്ഷോപ്പുകാരനായ പ്രകാശൻ അതൊക്കെ എളുപ്പമായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിൽ അപകടപ്പെടുന്നത് വിക്രം തന്നെയാണെന്നും അതുപോലെ വിക്രത്തിന് ശബ്ദം നഷ്ടപ്പെട്ട് ആ ശബ്ദം തിരിച്ചെടുക്കാൻ വേണ്ടി സ്വന്തം അച്ഛന്റെ വൃക്ക ദാനം ചെയ്ത് വൃക്ക കൊടുത്ത് അവന്റെ ഓപ്പറേഷന് നടത്തുകയും അവന് ശബ്ദം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു.
ഇത്രയും പോലും സ്വന്തം മോളെ തിരിഞ്ഞു നോക്കാതെ സ്വന്തം മകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പെൺമക്കൾക്ക് വേണ്ടി ഒരു കാര്യവും ചെയ്യാത്ത ഒരു അച്ഛനായിരുന്നു. പക്ഷേ വയസ്സാം കാലത്ത് ഒടുവിൽ അവൻ തള്ളിക്കളയുകയും അവൻ ലോക ക്രിമിനലായി മാറുകയും ചെയ്തു. അങ്ങനെയാണ് പെൺമക്കളുടെ സഹായം തേടിയും പെൺമക്കളുടെ കാരുണ്യത്തിൽ ഇപ്പോൾ പ്രകാശൻ കഴിയുന്നതും. അതുകൊണ്ട് തന്നെയാണ് പ്രകാശൻ ഇപ്പോൾ പെൺമക്കളോട് താല്പര്യം. ആ പെൺമക്കളെ കൊല്ലാൻ നോക്കിയ വിക്രത്തിനെ തന്നെയാണ് സ്വന്തം അച്ഛൻ കൊന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും കോടതിയെ ബോധ്യപ്പെടുത്തുകയാണ് നവീൻ. അങ്ങനെ അതെല്ലാം കേൾക്കുമ്പോൾ കോടതിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ടെങ്കിലും പ്രകാശന് വെറുതെ വിടൊന്നുമില്ല. പ്രകാശന് കോടതി വിധിക്കുന്നുണ്ട്, കുറച്ചു നാളത്തെ ശിക്ഷ വിധിക്കുകയാണ്. അങ്ങനെ അതിനുശേഷം പോലീസ് അവനെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണ്. അപ്പൊ അത് കാണുമ്പോൾ പെൺമക്കൾ പൊട്ടിക്കരയുന്നുണ്ട്. പ്രകാശൻ പറയുന്നത്, സാരില്ല മക്കളെ, നിങ്ങൾ ഇനി എന്തായാലും സമാധാനത്തോടു കൂടി ജീവിക്കും, നിങ്ങൾക്കിനി ശത്രുക്കളൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയുകയും ചെയ്യുകയാണ്. പക്ഷെ വലിയൊരു ശത്രു ഒളിഞ്ഞിരിക്കുന്ന കാര്യം ഇവർക്ക് അറിയില്ലല്ലോ. എന്തായാലും ജയിലിലെത്തുന്ന പ്രകാശന് ഒരു സഹായി തന്നെയായി മാറുകയാണ് മനോഹർ അവൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും മുഖം പോലും ഓർമ്മയില്ലാത്ത ഒരുത്തനാണ്. അതുപോലെ തന്നെ വിക്രത്തിനോടും പലതവണ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഈ പറയുന്ന മനോഹർ. നിന്റെ അച്ഛനും അമ്മയുമൊക്കെ ലാളിച്ച് വളർത്തിയില്ലട, നീ എന്തിനാ അച്ഛനൊക്കെ ഇങ്ങനെ വിഷമിപ്പിക്കണേന്നൊക്കെ പല വളർത്തി ചോദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വരുന്ന പ്രകാശിനെ സ്വന്തം അച്ഛനെ പോലെ തന്നെയാണ് മനോഹർ കാണുന്നത്. ആൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യാണ്. എന്തായാലും ജയിലിന്റെ അകത്ത് പ്രകാശിന് യാതൊരു തരത്തിലുള്ള വിഷമങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ ചന്ദ്രസേനന്റെ പരിചയത്തിലാണ് ആ ജയിൽ സൂപ്രണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം മുഴുവനും വീണ്ടും ഇവിടെ തന്നെയാണ്, പുറത്ത് തന്നെയാണ്. നമ്മുടെ സരയു എന്തായാലും ഇനി ആരെയും ആശ്രയിക്കാനില്ല. ഇനി എന്തായാലും താൻ തന്നെ മുന്നിട്ടിറങ്ങണം, അത് കല്യാണിയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ കല്യാണിയെ കൊല്ലും എന്നുള്ള ആ ഒരു കാര്യം ഈ താരയോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ താരയെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയാണ്. നിങ്ങൾ ഈ കാര്യം എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കൊല്ലും, അത് ഉറപ്പാണ്. അറിയാലോ എൻ്റെ സ്വഭാവം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കിരണിനെ എനിക്ക് സ്വന്തമാക്കണം. അതുപോലെ തന്നെ കിരണിന്റെ ഭാര്യ കല്യാണിയെ ഇല്ലാതാക്കിയാൽ മാത്രമേ എനിക്ക് അതിന് സാധിക്കുള്ളൂ. എൻ്റെ മകൾക്ക് അവൻ അച്ഛനായി വരണം, അതാണ് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം. അതുപോലെ തന്നെ കല്യാണിയെ ഇല്ലാതാക്കാൻ ഞാൻ വിക്രത്തിൻ്റെ ഒപ്പവും എൻ്റെ അച്ഛനൊപ്പവും കൂട്ടുനിന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, അതൊന്നും ഒരാളും അറിയാൻ പാടില്ല, അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ താരയെ ഭീഷണിപ്പെടുത്തണം. കേൾക്കുമ്പോൾ താരയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ താരയുടെ കുരക്കിന് പിടിക്കുക, ആളെ മുടിക്ക് കുത്തി പിടിക്കുകയൊക്കെ ചെയ്യുന്നത്. പെട്ടെന്നാണ് നമ്മുടെ കിരൺ ആ വഴി വരുന്നത്. കിരൺ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. ഇവളി ചെയ്യുന്ന കാര്യങ്ങളും ഇവളി പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുകയാണ്. അതൊരിക്കലും നമ്മുടെ സരയും അതുപോലെ തന്നെ താരയും അറിയുന്നില്ല അവൻ അവിടെ നിൽക്കുന്ന കാര്യം. എന്തായാലും കിരൺ സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. തനിക്കൊരു ശത്രു കൂടിയുണ്ട്, ഏറ്റവും വലിയ ശത്രു അത് ഇവള് തന്നെയാണ്, സരയു തന്നെയാണെന്ന് മനസ്സിലാക്കി അവൻ തിരിച്ചു പോവുകയാണ്. സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് സരയുവിനോട് നല്ല രീതിയിൽ പെരുമാറി അവളെ ശരിക്കും ചതിയിൽപ്പെടുത്തി അവളുടെ എല്ലാ അഹങ്കാരത്തിനുള്ള മറുപടി കിരൺ കൊടുക്കുന്ന ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.